ഇനി നമ്മൾ പോകുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. സ്മിത ഹരിദാസ് വിവരങ്ങളുമായുണ്ട് തത്സമയം. സ്മിത, അവിടെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ഒരു സമയമാണിത്. വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഭക്തജന തിരക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? എത്ര മണിവരെ ഈ ചടങ്ങുകൾ തുടരും? അനുജ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഭക്തജന തിരക്ക്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ദക്ഷിണ മൂകാംബികയിൽ അത് വലിയ തിരക്ക് തന്നെയാണ്. അപ്പം ഇന്ന് വെളുപ്പിന് 3 മണി മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു തിരക്ക്, അതായത് വിദ്യാരംഭം കുറിക്കുന്നതിനുള്ള തിരക്ക് കുറച്ചൊന്ന് ഒതുങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ എനിക്ക് ഇപ്പോൾ ഒരു മിടുക്കി മോളെ കിട്ടി. ഇവിടുത്തെ ഒരു കൗതുകം അതാണ്. ഈ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാൻ എത്തും. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ആ കുഞ്ഞുങ്ങളുടെ ചേച്ചിമാര്. മോളുടെ പേരെന്താ? നിലാചന്ദന. ആയി, നല്ല പേര്. എവിടെന്നാ വീട്? എവിടെയാ മോളുടെ? ആ, എവിടെയാ സ്ഥലം? കിട്ടുന്നില്ല. ആറന്മുള. ആറമ്പള്ളി, തൃശ്ശൂരാണ് അല്ലെ? മോളെ ആരൊക്കെ ഇപ്പൊ ഇന്ന് ആദ്യാക്ഷരം കുറിക്കാൻ വന്നേ, എഴുത്തിനിരുത്താൻ വന്നേ? മോളൂട്ടിക്കാണോ? അനിയത്തി കുട്ടിയാണോ? ഇത് കഴിഞ്ഞു. എപ്പോഴാ വന്നേ? ഞങ്ങളൊരു 7 ആയിപ്പോ ഇവിടെ എത്തി. 7:30 ആയിപ്പോ അവിടെ മണ്ഡപത്തിലെത്തി. നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള ഒരു സ്വാമി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. ഇന്നലെ രാത്രി എത്തി. മോളുടെ പേര് ശ്രേയസി കൃഷ്ണ. എൻ്റെ പേര് സരിത. ദിനേശ്. അപ്പൊ അതുപോലെയാണ് അനുജ. ഇപ്പൊ നമ്മള് ഇവിടെ വരുമ്പോ ഈ കുരുന്നുകളെ ഒരുപാട് കാണാം. അവരുടെ കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ദേവീ ദർശനത്തിനായി നിൽക്കുന്ന ഭക്തരുടെ ഒരു വലിയ ക്യൂ ഇവിടെ കാണാം. മലയാളികളാണോ? മലയാളിയാണോ? കോഴിക്കോട്. എല്ലാ വർഷവും വരുമോ? ചേർത്തല. ഞങ്ങള് 3 വർഷമായിട്ട് അടുപ്പിച്ച് വരുന്നുണ്ട്. ചേർത്തല. കണ്ട, അതുപോലെ ഒരുപാട് പേര്, അതായത് ഇവിടെ വരുമ്പോൾ ഇതൊരു കേരളം തന്നെയാണെന്ന് തോന്നുന്ന പോലെയാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട് രാവിലെ മുതൽ, പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഒരുപാട് ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിരാവിലെ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തതുകൊണ്ടാകാം ഈ സമയമൊക്കെ ആയപ്പോഴേക്കും വിദ്യാരംഭത്തിനുള്ള ഒരു തിരക്കൊക്കെ. കാരണം 20,000-ഓളം പേര് ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതുകൂടാതെ എത്രയോ പേര് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് അതിരാവിലെ തന്നെ കുറേ പേരൊക്കെ ആദ്യാക്ഷരം കുറിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും നമുക്കറിയാലോ. ദേവിക്ക് വിജയദശമിയാണ്. മഹിഷാസുരമർദ്ദനത്തിന്റെ എല്ലാം കഴിഞ്ഞിട്ട് ദേവി ശാന്തസ്വരൂപിണിയായിട്ട് അറിവിന്റെ വാഗ്ദേവിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ദേവീ ദർശനം ഇന്ന് പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള തിരക്കാണ് ഇവിടെ. ഒരുപാട് പേരിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അനുജ. ഭക്തിസാന്ദ്രമാണ് ഈ അന്തരീക്ഷം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു സ്മിത ഹരിദാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.